40 ലക്ഷത്തോളം തീർത്ഥാടകർ ഇവിടെ കാർത്തികോത്സവത്തിന് എത്തിച്ചേരാറുണ്ട്. പൂർണ്ണചന്ദ്രന് ശേഷമുള്ള ദിവസം, അതായത് പൗർണമി ദിവസത്തിൽ ഇവിടെ ഗിരിവലം ചെയ്യാനായി ദശോപലക്ഷം ആളുകൾ ഇവിടെ വരാറുണ്ട്. കൈലാസം ശിവന്റെ വാസസ്ഥലമാണെങ്കിൽ തിരുവണ്ണാമല ശിവന്റെ സ്വരൂപം തന്നെയാണ് എന്നാണ് രമണ മഹർഷി പറഞ്ഞിരിക്കുന്നത്. 14 കിലോമീറ്റർ മലയ്ക്ക് ചുറ്റും വലം വെച്ചു വരുന്നതിനെയാണ് ഗിരിവലം എന്ന് പറയുന്നത്. ഗിരിവലം ചെയ്യുന്നത് ശിവഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശിവനെ അരുണാചലേശ്വരൻ എന്ന് ആരാധിക്കപ്പെടുന്ന ഇവിടുത്തെ പ്രതിഷ്ഠ തന്നെ അഗ്നിലിംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലൈനുണ്ട് ഇവിടെ ഫ്രണ്ട്സ്, അറിയില്ല ദർശനത്തേക്കുള്ള ലൈനാണോ ഒന്നും അറിയുന്നില്ല. ഇതാണ് ഇവിടുത്തെ തിരക്ക് കൂട്ടം. ഇത് ദർശനത്തിനുള്ള ക്യൂ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ് ചേട്ടൻ. അതിന് ശേഷം ഞങ്ങൾ ക്യൂവിൽ നിൽക്കാൻ വിചാരിച്ചു. ഇത് സാമ്പ്രാണിയാണ് നമ്മൾ ധൂപൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. പല വെറൈറ്റിയിലുണ്ട് കേട്ടോ, പല കളേഴ്സിൽ, ഓരോന്നിനും ഓരോ മണമാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അവർ അതുപോലെ പൊട്ടിച്ച് തരും കേട്ടോ. നീ ഒന്ന് എടുത്ത് മണക്ക്. അപ്പോൾ ഇത് തന്നെയാണ് ദർശനത്തിനുള്ള ലൈന്. ഞങ്ങളും ക്യൂവിൽ നിന്നു. നല്ല നീളമുള്ള ക്യൂ ആണ്. ഇതെപ്പോൾ എത്തുമെന്ന് അറിയില്ല. ഇപ്പോഴും ഞങ്ങൾ ലൈനിൽ തന്നെയാണ് ഫ്രണ്ട്സ്. കയറാൻ പറ്റിയിട്ടില്ല, ആളുകളൊക്കെ ഇടയിൽ കൂടെ ഒക്കെ കയറുണ്ട്. അത് കാരണം ലൈന് നീങ്ങണില്ല. അപ്പോൾ ഞങ്ങൾ കോവിലിനകത്ത് കയറിയിരിക്കുകയാണ്. പുറത്ത് ഞങ്ങൾ 4 മണിക്കൂറോളം ക്യൂവിൽ നിന്നു. ഇതാണ് അവസ്ഥ അകത്ത്. അപ്പോൾ ക്യൂ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ. ക്ഷേത്ര ഗോപുരത്തിന് 11 നിലകളുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ തമിഴ് ശൈവർ കൊത്തുപണികൾ ചെയ്തെടുത്തതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് വിശ്വസിക്കപ്പെടുന്നു. 66 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരം ദക്ഷിണ ഗോപുരത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ചിലർക്ക് തലചുറ്റൽ കാരണം ചിലരൊക്കെ തിരിച്ചുപോയി. ഫ്രീ ദർശന്റെ ലൈന് ഒരു വശത്തു കൂടെ വിടുന്നുണ്ട്. ഇത് ഞങ്ങൾ എടുത്തിരിക്കുന്ന 50 രൂപയുടെ ടിക്കറ്റാണ്. തിരുപ്പതിയിലൊക്കെ പോലെ 300 രൂപൻ്റെ ടിക്കറ്റൊന്നും ഇവിടെ ഇല്ല. ഫ്രീ ദർശനം 50 രൂപൻ്റെ ടിക്കറ്റ് മാത്രമാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ 50 രൂപൻ്റെ ടിക്കറ്റ് എടുത്ത് കയറി. അതിൻ്റെ അവസ്ഥയാണിത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. 300 രൂപയുടെ ടിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കണ്ടില്ല. അപ്പോൾ 50 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് കയറി. അങ്ങനെ അവസാനം ഞങ്ങൾ ഭഗവാനെ കണ്ടു തിരിച്ചിറങ്ങുകയാണ്. മെയിൻ ദർശനം കഴിഞ്ഞു, ശിവഭഗവാന്റെ ദർശനം കഴിഞ്ഞു. ദേവിനെ കാണാൻ പോവാണ്. പാർവതി ദേവി, അതായത് ഉണ്ണാമലയമ്മ, അമ്മേനെയും കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും. ഇവിടെ ഒരുപാട് കാണാനുണ്ട്. ഞങ്ങൾക്ക് അത്രയ്ക്ക് സമയമില്ല. മാത്രമല്ല 7 മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. വലിയ ക്ഷേത്രമാണ് ഇത്. കുറേ കാണാനുണ്ട് ഇവിടെ. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ശനി ഞായർ ദിവസങ്ങളിൽ ഇതുപോലെ നല്ല തിരക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ദിവസം, ശനി ഞായർ അല്ലാതെ ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നാൽ കുറച്ചുകൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ദർശനം ചെയ്യാൻ പറ്റും. കുറച്ച് അധിക നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നെങ്കിലും നല്ലപോലെ ദർശനം കിട്ടി.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ അരുണാചലേശ്വര ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.